സന്തോഷം. വണ്ടിയിലേറ്റായാൽ ഭീമനും ഇല്ലേ, ഭീമനും വീഴും. ഓക്കെ, ഭീമനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ ഇന്ദ്രൻസുമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് രേഖാചിത്രത്തിലാണ് വന്നത്. ഞങ്ങൾ ഒരുമിച്ച് കോമ്പിനേഷൻ ഒന്നുമില്ലായിരുന്നു. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപാട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും ഓർത്ത് ഇല്ലേ കഴിയാനുള്ള കുറേ നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. ഭീമനെക്കുറിച്ചും ഭീമൻ്റെ സാധ്യതകളെക്കുറിച്ചും ഭീമൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെക്കുറിച്ചും അത് പറയണ്ട. തിങ്കളാഴ്ച നിശ്ചയത്തിൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു. പ്രണയവിലാസത്തിൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം. എനിക്ക് അഭിനയത്തോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര പാഷനായിട്ട് അഭിനയത്തെ കാണുന്ന ഒരാളാണ്. ഒരു പ്രൊഫഷൻ എന്നതിൽ ഉപരി എനിക്ക് നല്ലൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് ആഗ്രഹം. ഇപ്പോൾ പ്രണയവിലാസം കഴിഞ്ഞിട്ട് 2 വർഷം ഗ്യാപ്പ് വന്നതും അതാണ്. വരുന്ന സിനിമകളൊക്കെ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവുന്നതിനേക്കാൾ നല്ല സിനിമ ചെയ്തിട്ട് ഫീൽഡ് ഔട്ട് ആവാം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം സിനിമയിൽ നിലനിൽപ്പ് നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു 2 വർഷം നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അപ്പോൾ ഇതിൽ നിഷ എന്നുള്ള കഥാപാത്രമാണ്, നകുലൻ്റെ ഭാര്യയാണ്. നല്ല കഥാപാത്രമാണ്, നല്ല ഒരു പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അത് എന്നെ ഏൽപ്പിച്ചതിന് ഫഹദിനോടും ഉത്സവിനോടും വലിയ കടപ്പാടുണ്ട്. ഋഷി ഭാഗ്യ. അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അച്ഛനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആൾ ഞാനാണ് കഥയിൽ. പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ ഒരു മില്യൺ താങ്ക്സ് പറയാനുള്ള എൻ്റെ ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ്, ഉത്സവൻ്റെ അടുത്തും ഫഹദിൻ്റെ അടുത്തും. അവരാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നവരാണ് ഡിജിറ്റൽ വില്ലേജിലൂടെ. പിന്നെ പരിവാർ തുടങ്ങുമ്പോഴും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാനും വെയിറ്റിംഗ് ആണ്, കൂടുതലൊന്നും പറയാനില്ല. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഷൂട്ടിംഗ് ഡേയ്സൊക്കെ. എൻ്റെ സിനിമയിലെ തന്നെ ആദ്യത്തെ ഷോട്ട് എൻ്റെ ഇന്ദ്രൻ സാറിൻ്റെ ആയിരുന്നു. അതും ഞാൻ ചെറിഷ് ചെയ്യുന്നൊരു മൊമെൻ്റാണ്. പിന്നെ സുന്ദരിയായിട്ടുള്ളൊരു നായികയാണ് എൻ്റെ, അതും വേറൊരു സന്തോഷം. അപ്പോൾ എന്തുകൊണ്ടും ആരെയും നിരാശപ്പെടുത്തില്ല സിനിമ, അത് ഉറപ്പാണ്. മാർച്ച് 7 റിലീസാണ്. ഈഗർലി വെയിറ്റിംഗ് ആണ് ഞാൻ. ഞങ്ങൾക്കെല്ലാം സുന്ദരിമാരായ നായികമാരെ കിട്ടിയത്. അതെ, എല്ലാവർക്കും സുന്ദരിയായിട്ടുള്ള അല്ല എനിക്ക്. നമസ്കാരം, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിനിമോൾ എന്നാണ്. സോ ഇവരുടെ ഫാമിലി, ഞാൻ നെയ്ബറാണ്. ഇവരെ എല്ലാവരെയും അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ ഇവരുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. സോ അതാണ് ക്യാരക്ടർ. പിന്നെ ഇല്ല. സോ മാർച്ച് 7 റിലീസ്. എല്ലാവരും പോയി കാണണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനി വിജയൻ. എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഉത്സവ്, രാജീവ്, ഫഹദ്, നന്ദു. അവർ ഇത്രയും വലിയൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ എനിക്ക് കഥാപാത്രം എത്രത്തോളം ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത്രയും ഒരു സമാധാനത്തോടെ എനിക്ക് ചെയ്യാൻ ഒരു ധൈര്യം തന്നത് ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ളൊരു നാടകം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ നാടകത്തിൽ നിന്ന് ദീപൻ ശിവരാമൻ, ആ ഡയറക്ടറോടാണ് എനിക്ക് വേറൊരു തരത്തിൽ നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട് ചെറുവത്തൂർ, കാസർഗോഡ് ജില്ലയിലാണ്. പാരമ്പര്യമായിട്ട് നമ്മൾക്ക് അങ്ങനെ അഭിനയിക്കാൻ വലിയ പാരമ്പര്യം എന്ന് പറയാൻ കുറേ ആൾക്കാരൊന്നുമില്ല. പിന്നെ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാലൊരു നാടക നടനായിരുന്നു. അവിടെ നിന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു കഴിവ് കിട്ടിയതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റി, ഇത്രയും ത്രൂ ഔട്ടുള്ളൊരു വലിയ ക്യാരക്ടർ. പിന്നെ ഇന്ദ്രൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് ഷാജിയൻ കരുൺ സാറിൻ്റെ ഓള് എന്ന ചിത്രത്തിലാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടാ ഒരു തോണിയിൽ നമ്മൾ വന്നത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. അന്ന് തോണിക്കാരൻ ഇന്ദ്രൻ ചേട്ടനായിരുന്നു. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ ഇഷ്ടമായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്ദ്രൻ ചേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിട്ടില്ല.
പിന്നെ ജഗദീഷ് സാറിൻ്റെ കൂടെ വരുമ്പോൾ കോമ്പിനേഷൻ അടുത്തടുത്ത് സാറിൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രശാന്ത് ഭായ്, നാടകാചാര്യൻ നമ്മുടെ മീൻരാജ് സാർ, അല്ല വിജുബാൽ സാർ, ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഉണ്ണിമായ പിന്നെ എൻ്റെ നാട്ടുകാരിയാണ്, ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാസർഗോഡ് ജില്ലക്കാരാണ്. ഉണ്ണി പിന്നെ ഇതിൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയാണ് ഞാൻ. ഗീത, സഹദേവൻ്റെ ഗീത. ഒരു അധിക വിദ്യാഭ്യാസമൊന്നുമില്ല, പൊട്ടത്തരത്തിന് കൈയും കാലും വെക്കുക എന്ന് പറയലുണ്ട്. അതുപോലെ കുറേ പൊട്ടത്തരം ഉണ്ടാവും, എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾ തിയേറ്ററിൽ മാർച്ച് ചെയ്യുന്ന പോയിട്ട് നേരിട്ട് പറയുക. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണണം. എല്ലാവർക്കും നന്ദി.